സ്വാഗതം. സായന ടാരോക്കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മളൊരു എനർജി റീഡിംഗ് ആണ് ചെയ്യുന്നത് ഉറങ്ങുന്നതിന് മുമ്പ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനോടുള്ള എനർജി എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. രണ്ടാമത്തത് ഹൃദയം എന്ന് പറയും, വാട്ട് അവർ ഹാർട്ട് സൈസ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് മനസ്സ്, അത് ഇൻ്റലക്റ്റ്. ഈ മൂന്ന് കാർഡുകളിലെയും എനർജി എന്താണ്, ഇവ എന്താണ് നമ്മളോട് പറയുന്നത്, എന്ത് ആക്ഷൻ നമ്മൾ എടുക്കണം, എന്താണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ശരീരം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ നമുക്ക് എടുത്ത കാർഡ് എന്ന് പറയുന്നത് ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ശാരീരികമായിട്ട് നമുക്കൊരു ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ തോന്നാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ കാർഡിൻ്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഹൃദയ സംബന്ധമായിട്ട് വന്ന, അതായത് വളരെ വേണ്ടപ്പെട്ട എന്തോ നഷ്ടപ്പെട്ടു പോകാമെന്ന് പറയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തോട് ചേർന്നത്. അപ്പോൾ ശരീരത്തിന് ക്ഷീണവും ബുദ്ധിമുട്ടും തോന്നുന്നത് ഹൃദയത്തിൻ്റേതായിട്ടുള്ള ഒരു വിഷമം കൊണ്ടാണ് എന്നുള്ള എനർജിയാണ് ഈ കാർഡ് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഇതാണ്. എസ്പെഷ്യലി ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ബ്ലോക്കേജ് കൂടി നമുക്ക് കാണും. അതായത് നമുക്ക് ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് നമുക്ക് പ്രവർത്തിക്കാനോ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണമുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. പക്ഷേ ഭയങ്കരമായിട്ടല്ല, നമ്പർ 3 എന്ന് പറഞ്ഞതുകൊണ്ട്. ഇനി 2 ഹൃദയത്തിൻ്റെ കാർഡ് എന്ത് എനർജിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്ന കാർഡാണ്. നമ്പർ 7 എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് നമുക്കിതൊരു സന്ദേശം എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഏത് പോരാട്ടത്തെയും വിജയിക്കാനുള്ള ഒരു ഇത് ഹൃദയത്തിനുണ്ട്. അതായത് ഹാർട്ട് ഈസ് സ്ട്രോങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. കാരണം 7 എന്ന് പറയുന്ന കാർഡ് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഒരു വ്യക്തി ഒരു വലിയൊരു ഗോളത്തെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാർഡാണ്. അതായത് സ്വന്തം കാര്യത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു പറയുമല്ലോ, അതാണ് ഹൃദയത്തിൻ്റെ എനർജി. അപ്പോൾ ഈ കാർഡ് നമുക്കൊരു സന്ദേശം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്, ഹൃദയ സംബന്ധമായിട്ടുള്ള. പക്ഷേ ഹൃദയത്തിൽ താങ്കൾ വളരെ സ്ട്രോങ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇനി മനസ്സ്, നമുക്ക് ബുദ്ധി എന്ത് എനർജിയാണെന്ന് നോക്കാം. മനസ്സിൻ്റെ എനർജി പ്രോസ്പെരിറ്റി ബിഗിൻസ് എന്ന് പറയുന്നൊരു കാർഡാണ് എന്നുള്ളത്. അപ്പോൾ ഈ കാർഡ് സാധാരണ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ പുതിയൊരു ഐഡിയ കിട്ടും എന്ന് പറയും. ആശയം, നമ്മൾ ഒരു പഴയ പരസ്യമൊക്കെ ഉണ്ട്, ലെഡ് പൊട്ടി എന്നൊക്കെ പറയുന്ന മാതിരി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു ക്ലാരിറ്റി, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ളൊരു മേഖലയിൽ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ 3 എനർജി കാർഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശാരീരികമായിട്ട് നമുക്കൊരു വിഷമം താങ്കൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെ പ്രശ്നമല്ല, അത് ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. ഹൃദയം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ മനസ്സിൻ്റെ ഒരു ഇതും കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഈ റീഡിങ് കിട്ടുമ്പോൾ താങ്കളോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് കിട്ടുന്ന പുതിയ ആശയത്തിന് വേണ്ടി കാത്തിരിക്കുക. താങ്കളുടെ ഹൃദയത്തിനോട് ആ ശക്തിയോടുകൂടി ഇരിക്കുക. ശരീരത്തിനൊന്ന് ക്ഷീണമെന്ന് പറയുന്നത് അതായത് മനസ്സിൻ്റെ വിഷമമാണ്. ആരുടെങ്കിലും പറയാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ജേർണൽ ചെയ്യുക. എങ്ങനെയെങ്കിലും ചെയ്ത ഇമോഷൻസ് ശരീരത്തിന് കളയുക. എന്നാൽ മാത്രമേ നമുക്ക് ഉഷാറായിട്ട് മറ്റന്നാളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ റീഡിങ്.